hybridization of carbon atom. Hybridization of carbon atom. If അതായത് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട രീതിയൊക്കെ വേറെയാണ്. പക്ഷെ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഹൈബ്രിഡൈസേഷൻ നമ്മൾ എന്തെങ്കിലും സിഗ്മ ബോണ്ടും ബൈ ബോണ്ടും ഒക്കെ പഠിപ്പിക്കേണ്ടത് ആ രീതിയിലല്ലായിരുന്നു, ശരിക്കും വേറെ രീതിയിലാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബോണ്ടേ ഉള്ളെങ്കിൽ അത് സിഗ്മ ബോണ്ടായിരിക്കും ആ ബോണ്ട്. രണ്ട് ബോണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം ബൈയും ആയിരിക്കും. മൂന്ന് ബോണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം സിഗ്മയും രണ്ട് ബൈയും ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ അതേപോലെ ഹൈബ്രിഡൈസേഷനും പറഞ്ഞു തരാം. ഒരു ഡോട്ട് ഇട്ടിട്ട് if there are two sigma bond carbon has sp hybridization. അതേപോലെ തന്നെ if there are three sigma bond ഏതാ അടുത്ത പോയിന്റ്. if there are three sigma bond, carbon has sp2 hybridization. അതേപോലെ തന്നെ if there are four sigma bond ഇത് ഒരു കാര്യം, around a carbon atom കൂടെ കൊടുക്കണേ. അല്ല, ഈ 2 sigma bond around a carbon atom, around a carbon atom, that carbon atom has എന്താണ് sp3 hybridization. അതേപോലെ എല്ലായിടത്തും കൊടുക്കണേ കേട്ടോ. എന്താണ് around a carbon atom, that carbon atom has. ഇവിടെ അതേപോലെ തന്നെ if there are four sigma bond around a carbon atom, that carbon has sp3 hybridization. അപ്പം ഇത് ഇങ്ങനെ പഠിക്കാതെ വേറെ ട്രിക്ക് വെച്ച് ഞാൻ പഠിപ്പിച്ചു തരാം. ഇവിടെ നോക്കിയോ, എല്ലാവരും ശ്രദ്ധിക്കണേ. അതായത് ഒരു കാർബൺ, അതിനു ചുറ്റിനും 4 സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഈ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ഒരു കാർബണ് ചുറ്റിനും ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഈ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഒരു കാർബണിന് ചുറ്റിനും ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഈ കാർബൺ sp ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഇനി ഇത് രീതി പറയാം. ഇവരെന്ത് പറഞ്ഞത്, ഒരു കാർബണിന് ചുറ്റിനും 4 സിഗ്മ ബോണ്ട് ഉണ്ടെങ്കിൽ, ഇതെല്ലാം 4 സിഗ്മ ബോണ്ട് അല്ലേ? അപ്പൊ അത് sp3 ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാർബണിന് ചുറ്റിനും 3 സിഗ്മ ബോണ്ട്, ഇതിൽ ഈ ഡബിൾ ബോണ്ടിൽ ഒരെണ്ണം സിഗ്മയാണ്, അപ്പൊ 3 ഉള്ളൂ ഇവിടെ. അപ്പൊ അത് sp2 അവിടെ പറഞ്ഞിരിക്കുന്ന കറക്റ്റാ. ഇതിനകത്ത് ഒരു സിഗ്മയും കണ്ടോ. അപ്പൊ 2 സിഗ്മ ഉണ്ടെങ്കിൽ എന്താ 3 ബോണ്ട് വരുന്നത് സിഗ്മ. 3 ബോണ്ട് വന്നാൽ ഒരെണ്ണം സിഗ്മ, രണ്ടെണ്ണം പൈ. അപ്പൊ കണ്ടോ, അത് അപ്പം കാർബണിന് ചുറ്റിനും എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? എത്ര ഉണ്ടേ? 2. അപ്പൊ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ അതിന് ഹൈബ്രിഡൈസേഷൻ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? കണ്ടോ. അപ്പൊ അങ്ങനെയും പഠിക്കും. പക്ഷെ അങ്ങനെ പഠിക്കണ്ട, ഇതല്ലേ എളുപ്പം. ഒരു കാർബണിന് ചുറ്റിനും 4 സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവൻ sp3 ഹൈബ്രിഡൈസ്ഡ്. ഒരു കാർബണിന് ചുറ്റിനും ഒരു ഡബിൾ ബോണ്ട് എങ്കിലും ഉണ്ടെങ്കിൽ അവൻ sp2 ഹൈബ്രിഡൈസ്ഡ്. ഒരു കാർബണിന് ചുറ്റിനും ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവൻ sp ഹൈബ്രിഡൈസ്ഡ്. ഇത്രയും പഠിച്ചാൽ മതി, ഓർത്ത് വെച്ചാൽ മതി. ഇതും കൂടെ എഴുതിയിട്ടു നിങ്ങൾ വരച്ചിട്ടോ. പെട്ടെന്ന് ഫസ്റ്റ്.
പി എല്ലാം ചെറുതാ. sp2 sp3 sp. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നെയിമിംഗ് ഒക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ മുതൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അപ്പോൾ ഓർത്തോണം. റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഹെഡിങ്. റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക്. we can represent an organic compound, compound in three ways. അതിൽ ഒരു ഡോട്ട് ഇട്ടോ സ്റ്റാർ ഇട്ടോ എഴുതിക്കോ. കംപ്ലീറ്റ് ഫോർമുല അല്ലെങ്കിൽ ഓർ സ്ട്രക്ചറൽ ഫോർമുല. എക്സാമ്പിൾ നമുക്ക് പെൻറ്റെയിൻ ഒന്ന് വരച്ചു നോക്കാം. പെൻറ്റെയിൻ എക്സാമ്പിൾ എങ്ങനെയാ വരയ്ക്കുന്നത്? 1 2 3 4 5 സ്ട്രക്ചറാ. എല്ലാവരും ശ്രദ്ധിച്ചോണം. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു നീട്ടി വിടർത്തി വരയ്ക്കുന്നതിനെയാണ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതാണ് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫോർമുല എന്ന് പറയാം. ഓക്കെ ആണോ? ഏതാ? ഇല്ല, കഴിഞ്ഞ കൊല്ലം ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ചതാ. അന്നൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്, ഒരു ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറയുന്ന സാധനം കൂടെ ഉണ്ടാവും. അത് അടുത്ത വർഷം പഠിക്കാനുണ്ടെന്ന്. ഓക്കെ, കണ്ടൻസ്ഡ് ഫോർമുലയും കംപ്ലീറ്റ് ഫോർമുലയും അത് കഴിഞ്ഞ വർഷം പഠിപ്പിക്കേണ്ടായിരുന്നു, പക്ഷെ ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഓക്കെ, അപ്പം ഇനി നോക്കിയോ. രണ്ടാമത്തേത് കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് ഇത് ഇത് മനസ്സിലാക്കിയിട്ട് എഴുതിക്കോ. കണ്ടൻസ്ഡ് ഫോർമുല സമയം തരാം. കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ചുരുക്കി എഴുതുന്നതിനാണ് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ. അതായത് ചുരുക്കി എഴുത്തെന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ ഇങ്ങനെ വിടർത്തി എഴുതാതെ ഒന്ന് ചുരുക്കി എഴുതുക. അതായത് പെൻറ്റെയിൻ്റെ തന്നെ എഴുതിയാലോ. എക്സാമ്പിൾ പെൻറ്റെയിൻ്റെ തന്നെ എഴുതിയാലോ. ഇതുണ്ട്, ഈ സി എടുക്കുക. ഇവിടെ ശ്രദ്ധിക്കണേ. ഈ സി എടുക്കുക, ഇവിടെ CH3 നാക്കുക. എന്നിട്ട് സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. കണ്ടോ? ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. ഓക്കെ, ഇനി ഒരു സാധനം കൂടെ ഉണ്ട്. ഇതിനെ വേറെ രീതിയിൽ എഴുതാം. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓർ അതും കൂടെ ശ്രദ്ധിച്ചോ. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. നോക്കിയോ. CH3 ഇവിടെ നോക്കണേ. CH3 CH2 3 times CH3. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? CH2 3 പ്രാവശ്യം ഇങ്ങനെ എഴുതി. അതിനെ നമ്മൾ ഇങ്ങനെ ചുരുക്കി എഴുതി. ഇങ്ങനെ എഴുതാം. ഇങ്ങനെയും ചോദിക്കാം പെൻറ്റെയിന്. അപ്പൊ ഇങ്ങനെ നിങ്ങളോട് ഇപ്പൊ ഞാൻ പറയാതെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഇത് ഏത് കോമ്പൗണ്ടാണ് നിങ്ങൾ ചോദിച്ചത്. മനസ്സിലായോ? ഇങ്ങനെയും വരാം. അത് എഴുതിയിട്ടേ അതെഴുതാം. പിന്നെ അങ്ങനെ എഴുതണം. അല്ലെങ്കിൽ അത് ഇതായി പോകും. എന്താ, മോളിക്കുലാർ ഫോർമുലയുടെ ആ ഒരു ലെവലിലേക്ക് വരും. അറ്റത്തുള്ള രണ്ടെണ്ണം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതങ്ങനെ എഴുതും. ഓക്കെ, എഴുതിയെടുത്തോ. ഇതങ്ങ് എഴുതിയെടുത്തോ പെട്ടെന്ന്.
ഓക്കെ, ഇനി ബോണ്ട് ലൈൻ ഫോർമുല. അടുത്തത് ബോണ്ട് ലൈൻ ഫോർമുല. ബോണ്ട് ലൈൻ ഫോർമുല. ബോണ്ട് ലൈൻ ഫോർമുല പെൻറ്റെയിൻ എങ്ങനെ എഴുതുന്നതെന്ന് അറിയോ? പെൻറ്റെയിൻ നോക്കിക്കോ, 1 2 3 4 5 ഇതാണ് പെൻറ്റെയിൻ. ബോണ്ട് ലൈൻ ഫോർമുലയ്ക്കകത്ത് പെൻറ്റെയിൻ ഇല്ല. അതിനർത്ഥം ഇവിടെ ഒരു CH3 ഉണ്ടെന്നും ഇവിടെ ഒരു CH2 ഉണ്ടെന്നും ഇവിടെ ഒരു CH2 ഉണ്ടെന്നും ഇവിടെ ഒരു CH2 ഉണ്ടെന്നും ഇവിടെ ഒരു CH3 ഉണ്ടെന്നുമാണ്. അതാണല്ലോ നമ്മളൊരു കാര്യം പുതിയതായിട്ട് പഠിക്കുമ്പോൾ അത് അങ്ങനെ റെപ്രസെന്റ് ചെയ്യണം. അതുകൊണ്ടാണല്ലോ പറഞ്ഞ റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെയാ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഈ സാധനം വെച്ചാണ് അപ്പൊ മറ്റേത് വർക്ക് ചെയ്യുന്നത്. ഏതാ ഏതാ? ബെൻസീൻ റിംഗ്. അത് ബോണ്ട് ലൈനാണ്. അതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളെ കഴിഞ്ഞ വർഷം അതൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ബോണ്ട് ലൈൻ ഫോർമുല ഉണ്ടെന്നും അത് അടുത്ത വർഷം പഠിക്കുമെന്നും ഒക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം ഇതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഈഥൈനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഈഥൈനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ, ഒരു വര. ഇവിടെ ഒരു CH3, ഇവിടെയും ഒരു CH3. കണ്ടോ? ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രൊപ്പൈനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? പ്രൊപ്പൈനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? പ്രൊപ്പൈനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1 2 3 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH3. ഇതിനിടയിലെ ബോണ്ട് മാത്രമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. മനസ്സിലായോ? ഇതാണ് ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറയുന്നത്. ഇത് മസ്റ്റ് ആയിട്ടും പഠിക്കണം. നെയിമിംഗ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക കേട്ടോ, അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇത് എമ്മും ഡബ്ല്യുവും ഐയും വിയും ഒന്നും അല്ല, അത് ബോണ്ട് ലൈൻ ഫോർമുല എന്നാ പറയാം. ഓക്കെ, വരച്ചോ. നമുക്കിതിന്റെ നോമൻക്ലേച്ചർ ഒന്ന് നോക്കാം. അതായത് നോമൻക്ലേച്ചർ ഒരു വലിയ ടോപ്പിക്കാണ്. കുറേ രീതിയിൽ നമുക്ക് നെയിമിങ്ങിന് കുറേ റൂൾസ് ഉണ്ട്. ആ റൂൾസ് അനുസരിച്ച് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട് നെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നിക്ക് ഞാൻ നോമൻക്ലേച്ചർ വേണോ ഐസോമർസം വേണോ എന്നൊന്ന് നോക്കിക്കോട്ടെ. വലിയ ടോപ്പിക്ക് ഏതാണെന്നുള്ളത്. അല്ലല്ല, കോമ്പൗണ്ട് ഏതാ ഉണ്ടോ? ഇവിടെ സംസാരിക്കായിരുന്നേ.
ഓക്കെ, ഐസോമറിസം ഹെഡിങ് എഴുതിക്കും. നെയിമിംഗ് അടുത്ത് ഇതിനകത്ത് എഴുതിക്കും. ഐസോമറിസം ഹെഡിങ് ഐസോമറിസം പഠിച്ചിട്ടുള്ളതല്ലേ? ഐസോമേഴ്സ്. ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഐസോമറിസം ആണ്. അതിന്റെ ഫിനോമിനോന്റെ പേര് ഐസോമറിസം. ഐസോമർ എന്ന് പറയുമ്പോൾ എന്താ? സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പക്ഷെ സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റ് ആയിരിക്കുന്ന ആൾക്കാരെയാണ് ഐസോമർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവവും ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി എല്ലാം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ മോളിക്കുലാർ ഫോർമുല മൊത്തം കൂട്ടി നോക്കുമ്പോൾ കാർബണിന്റെ ഹൈഡ്രജന്റെ ഒക്കെ എണ്ണത്തിൽ ആയിരിക്കും സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. അതുമൂലം അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി ഒക്കെ എന്തായിരിക്കും? എല്ലാം മാറ്റം കാണും. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം വളരെ കുറച്ച് ടൈപ്പ് ഐസോമറിന് അല്ലെങ്കിൽ ഐസോമർ ജനറൽ ആയിട്ട് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഐസോമറിസത്തിന് കുറെ ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് ഇവിടെ പഠിക്കാനുണ്ട്. ഇച്ചിരി വലിയ ടോപ്പിക്കാണ് ഐസോമറിസം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം വളരെ ചെറിയ രീതിയിലേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഐസോമറിസം പറയുന്നത് എഴുതിക്കോ, ഇറ്റ് ഈസ് എ phenomenon in which more than one compound have same molecular formula but different structural formula. Which results in different doubt എന്തെങ്കിലും ഉണ്ടോ ചോദിക്കണേ. which results in different physical and chemical properties. And അടുത്ത ലൈനിൽ the compounds that exhibit isomerism are known as isomers. എക്സാമ്പിൾ നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ച എക്സാമ്പിൾ തന്നെ എടുക്കാം. പെൻഡെയിൻ നോക്കിയേ. ഈ പെൻഡെയിനെ നമുക്ക് CH3 CH2 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 CH3 എന്ന് എഴുതാമല്ലോ അല്ലേ? ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ത് വരും? C5 മൊത്തത്തിൽ എഴുതുന്നതിനാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. C5H എത്രയാണ്? 12 എന്ന് വരും അല്ലേ? ഇവൻ N പെൻഡെയിൻ എന്ന് പറയുന്നത് നോർമൽ പെൻഡെയിൻ. ഓക്കെ, എന്നാൽ ഞാൻ ഈ ഒരു CH3 എടുത്തിട്ട് ഈ കാർബണിന്റെ മണ്ടയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ നോക്കിയോ, CH3 CH, ഇവിടെ ഒരു CH3, പിന്നെ ഇവിടെ CH2, ഇവിടെ CH3. ഇത് മോളിക്കുലാർ ഫോർമുല നോക്കി, C5H12 തന്നെയാണ് അല്ലേ? ഇവന്റെ പേര് ഐസോപെൻഡെയിൻ ആണ്. എന്താണ്? ഐസോപെൻഡെയിൻ. ഓക്കെ ആണല്ലോ? ഇനി നോക്കിയോ, ഇനി ഞാൻ ഈ CH3നെയും കൂടെ എടുത്തിട്ട് ഈ കാർബണിൽ കൊടുത്താലോ? അപ്പൊ എന്ത് വരും നോക്കിയോ, CH3 CH3, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. കണ്ടോ? ഇവന്റെ പേര് എന്ന് പറയുന്നത്, ഇവന്റെ രണ്ട് രീതിയിൽ നെയിം ചെയ്യാം കേട്ടോ. അതായത് ഇത് നോർമൽ പെൻഡെയിന്, ഇത് ഐസോപെൻഡെയിന്, അഥവാ നമുക്ക് ഇവനെ വേണമെങ്കിൽ 2-methyl butane എഴുതാം. അതേപോലെ തന്നെ ഇവിടെയും C5H12 തന്നെയാണ് മോളിക്കുലാർ ഫോർമുല. ഇവനെ നമ്മൾ നിയോപെൻഡെയിൻ എന്നാണ് വിളിക്കുന്നത്. നിയോപെൻഡെയിൻ. ഇത് ഇവന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാ. ഏതാ? ഐസോപെൻഡെയിൻ, നിയോപെൻഡെയിൻ. ഇവന്റെ ഒഫീഷ്യൽ നെയിം.
മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ വീട്ടിൽ വിളിക്കുന്ന പേരും എന്തുകൊണ്ട് നിനക്ക് വീട്ടിൽ വിളിക്കുന്ന പേരില്ലേ? എടാ ധനുവേ എന്നാണോ വിളിക്കുന്നത്? ആ ശരി. നിനക്കോ വീട്ടിൽ വിളിക്കുന്ന പേരില്ലേ? ഉണ്ട്. ആ ഓക്കെ. അപ്പം ഇത് ഐസോപെന്റൈൻ നിയോപെന്റൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ അല്ല സോറി വീട്ടിൽ വിളിക്കുന്ന പേര് പെറ്റ് നെയിംസ്. ഇതാണ് നമുക്ക് IUPAC നെയിം എന്ന് പറയുന്നത്. ഇത് മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ധനുവിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ധനുവിനെ വീട്ടിൽ എന്താ വിളിക്കുന്നത് എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ ധനുവിന്റെ ഒഫീഷ്യൽ നെയിം എന്തായിരിക്കും? എല്ലാവർക്കും അറിയാം. അപ്പൊ ഒഫീഷ്യൽ നെയിം നമുക്കെല്ലാം അറിയണം. മറ്റേ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചിലതിന്റെ ഞാൻ പറയുന്നതിന്റെ ഒഫീഷ്യൽ നെയിം അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? അല്ല ഒഫീഷ്യൽ നെയിം അല്ല, ഈ എന്താണ് അതിന്റെ കോമൺ നെയിം എന്ന് പറയാം. ഇത് കോമൺ നെയിം, ഇത് IUPAC നെയിം എന്ന് പറയാം. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് വീട്ടിൽ വിളിക്കുന്ന ഒഫീഷ്യൽ എന്ന് പറഞ്ഞത്. ഓക്കെ. ഇത് 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ കണ്ടോ? ഇവരുടെ 3 പേരുടെയും മോളിക്കുലാർ ഫോർമുല കണ്ടോ? എല്ലാം സെയിം ആണ്. പക്ഷെ ഇവരുടെ പേരും ഡിഫറെന്റ് ആണ്, കെമിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറെന്റ് ആണ്, ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറെന്റ് ആണ്, എല്ലാം ഡിഫറെന്റ്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഐസോമർ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ചെയിൻ ഐസോമറിസം. ഐസോമറിസം കുറെ ടൈപ്പ് ഉണ്ട്. ചെയിൻ ഐസോമറിസം ഉണ്ട്, പൊസിഷണൽ ഐസോമറിസം ഉണ്ട്, ഫങ്ഷണൽ ഐസോമറിസം ഉണ്ട്, മെറ്റാമറിസം ഉണ്ട്, സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്, ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ഐസോമറിസം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ആദ്യം ജനറലി ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്ന് എഴുതിയിട്ടേ പെട്ടെന്ന്. എന്നിട്ട് ഐസോമറിസത്തിന് ഡിഫറെന്റ് ഇത് പഠിക്കാം. കഴിഞ്ഞോ? ഓക്കെ. ഇനി നോക്കിയോ. ഇനി ഐസോമറിസത്തിന് നമ്മൾ അതിന്റെ ഐസോമറിസം ഡിഫറെന്റ് ടൈപ്സ് പഠിക്കാനായിട്ട് പോവാണ്. നോക്കിയോ. ഒരു നേരെ നമ്മൾ ചാർട്ട് വരച്ച പോലെ ഒരു ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കണേ. ഐസോമറിസം എന്ന് നടുക്കായിട്ട് എഴുതുക. ഐസോമറിസം നടുക്കായിട്ട് എഴുതുക. ഐസോമറിസത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. സ്ട്രക്ചറൽ ഐസോമറിസം. അതേപോലെ തന്നെ ഇത് ജിയോമെട്രിക്കൽ ഐസോമറിസം. സ്ട്രക്ചറൽ ഐസോമറിസത്തിനെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. താഴെ എങ്ങനെ എഴുതിയാൽ മതി. ഒന്ന് ചെയിൻ ഐസോമറിസം, രണ്ട് ചെയിൻ ഐസോമറിസത്തിനെ നമ്മൾ സ്കെലറ്റൽ ഐസോമറിസം എന്ന് വിളിക്കും കേട്ടോ. അത് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ സ്കെലറ്റൽ ഐസോമറിസം എന്നും കൂടെ വേണം എഴുതിക്കണം. സ്കെലറ്റൽ ഐസോമറിസം കംപ്ലീറ്റ് എഴുതിയിട്ടില്ലേ? അടുത്തത് അതിന്റെ രണ്ടാമത്തേത് പൊസിഷൻ ഐസോമറിസം.
പൊസിഷൻ ഐസോമെറിസം. പൊസിഷൻ ഐസോമെറിസം. അടുത്തത് ഫങ്ഷണൽ ഐസോമെറിസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം ആണ്. ഫങ്ഷണൽ ഐസോമെറിസം എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഫങ്ഷണൽ ഐസോമെറിസം. അടുത്തത് നാലാമത്തേത് മെറ്റാമെറിസം. എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞുതരാം. ഇത് വേറൊരു കാര്യം, ഇത് ജോമെട്രിക്കൽ ഐസോമെറിസം അല്ല കേട്ടോ, ഇത് സ്റ്റീരിയോ ഐസോമെറിസം. സ്റ്റീരിയോ ഐസോമെറിസത്തിനകത്ത് ആണ് ജോമെട്രിക്കൽ ഐസോമെറിസം വരുന്നത് കേട്ടോ. ഇത് സ്റ്റീരിയോ ഐസോമെറിസം. സ്റ്റീരിയോ ഐസോമെറിസത്തിനകത്താണ് എന്താ ജോമെട്രിക്കൽ ഐസോമെറിസം വരുന്നത്. ഇതിനകത്താണ് ജോമെട്രിക്കൽ പിന്നെ എന്താണ് ഒപ്റ്റിക്കലും വരുന്നത്. ഈ ജോമെട്രിക്കൽ നമ്മൾ അടുത്ത ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ നമ്മൾ അടുത്ത വർഷം പഠിക്കത്തുള്ളൂ. ഈ ഐസോമെറിസം അല്ല ഈ ചാപ്റ്ററിനകത്ത് പഠിക്കും. ഇതെല്ലാം ഇവിടെ പഠിക്കും. ഇതിനകത്ത് ഈ ഐസോമെറിസം, ജോമെട്രിക്കൽ ഐസോമെറിസം നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ഉണ്ട് ഓർഗാനിക് കെമിസ്ട്രിയുടെ, അതിനകത്തും പിന്നെ ഒപ്റ്റിക്കൽ ഐസോമെറിസം അടുത്ത വർഷമായിരിക്കും പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നോക്കിക്കോളൂ. ഇനി ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സ്ട്രക്ചറൽ ഐസോമെറിസം ഹെഡിങ് എഴുതിക്കോ. സ്ട്രക്ചറൽ ഐസോമെറിസം. കോമ്പൗണ്ട്സ് ഇതിന്റെ ഡെഫിനിഷൻ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല but different structural formula. Are called structural isomers. And this phenomenon is known as structural isomerism. അതിനകത്ത് വരുന്നതാണ് ചെയിൻ ഐസോമെറിസം. അപ്പോൾ ഒരു ഡോട്ട് ഇട്ടിട്ട് ചെയിൻ ഐസോമെറിസം എഴുതാം. ചെയിൻ ഐസോമെറിസം. അത് ഐസോമേഴ്സ് ഡിഫർ ഇൻ കാർബൺ ചെയിൻ or skeleton are called chain isomers. And this phenomenon is known as chain isomers. നമ്മളിപ്പം പെന്റൈന്റെ വരച്ചത് ചെയിൻ ഐസോമെറിസം. ഒന്ന് സ്ട്രെയിറ്റ് ചെയിൻ, ഒന്ന് ബ്രാഞ്ച് ആണ്, രണ്ടും ബ്രാഞ്ച് ആണ്. മനസ്സിലായോ? അപ്പൊ അത് ചെയിൻ ഐസോമെറിസം. അപ്പൊ എക്സാമ്പിള് ഞാൻ സ്ട്രക്ചർ വരയ്ക്കുന്നില്ല, പകരം എൻ പെന്റൈന്, അടുത്തത് ഐസോപെന്റൈന്,
അതേപോലെ നിയോപെന്റേൻ. ഓൾറെഡി അവിടെ നമ്മൾ വരച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇത് വരയ്ക്കുന്നില്ലേ. നിയോപെന്റേൻ. രണ്ടാമത്തേത് പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം. അടുത്തത് പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം. എന്താ പൊസിഷൻ ഐസോമറിസം? പൊസിഷനിൽ വ്യത്യാസം, അത് ഡബിൾ ബോണ്ടിൽ വ്യത്യാസം വരാം, ട്രിപ്പിൾ ബോണ്ടിൽ വ്യത്യാസം വരാം, ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം വരാം. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓരോ പഠിച്ചാൽ OH, Cl, ചിലപ്പോൾ Cl ഒന്നാമത്തെ കാർബണിൽ വരാം, ചിലപ്പോൾ Cl രണ്ടാമത്തെ കാർബണിൽ വരാം, ചിലപ്പോൾ Cl മൂന്നാമത്തെ കാർബണിൽ വരാം. ഓരോ കാർബണിൽ വരുമ്പോഴത്തേക്കും അതിന്റെ 3 ക്ലോറോ 2 ക്ലോറോ 5 ക്ലോറോ അല്ലെങ്കിൽ പെൻഡൻ 3 ഓള്, ഹെക്സൻ പെൻഡൻ 2 ഓള്, അല്ലെങ്കിൽ പെൻഡൻ 1 ഓള് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഐസോമറിസത്തിനെയാണ് നമ്മൾ പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. അപ്പൊ എഴുതാം ഐസോമർ, isomers which differ in the position of substituents or functional group are called positional isomers. Positional isomers and this phenomenon is called എന്താ? Phenomenon is called എന്താ? Positional isomerism. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതുവാണ്. അതിന്റെ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ CH3 CH2 CH2OH. ഇതെന്താ? പ്രൊപ്പൻ 1 ഓളാണ് അല്ലേ? ഇത് ഞാൻ ഇങ്ങനെ ആക്കിയാലോ, CH3 CH3 ഇവിടെ ഒരു OH ഇട്ടാലോ, ഇത് പ്രൊപ്പൻ 2 ഓളായി. കണ്ടോ, ഇത് പൊസിഷൻ ഐസോമർ. അതേപോലെ തന്നെ ഡബിൾ ബോണ്ട് വേണം എടുക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2. ഇവന്റെ പേര് പ്രോപ്പ് 1 ഈനാണ് അല്ലേ? എന്നാൽ ഇതോ CH3 ഒരു സെക്കൻഡ്, പ്രോപ്പ് ബ്യൂട്ട് വരയ്ക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ വരും. ബ്യൂട്ട് വരയ്ക്കാം. CH സിംഗിൾ ബോണ്ട് CH2. ഇത് ബ്യൂട്ട് 2 ഈനാണ്. ഞാൻ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. ഇതോ ഇത് ബ്യൂട്ട് 1 ഈനാണ്. ഇത് രണ്ടും പൊസിഷൻ ഐസോമർ. അടുത്തത് ഫങ്ഷണൽ ഐസോമർസ്. ഫങ്ഷണൽ ഐസോമർസ് functional isomers which differ in functional group are called functional isomers. And this phenomenon is known as functional isomerism. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും എന്ന് 150%, 100 അല്ല 150% ഉറപ്പുള്ള സംഭവമാണ് ഫങ്ഷണൽ ഐസോമർ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐസോമർ വന്നിട്ട് അതിന്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാൻ പറയും. ഉറപ്പാണ്.
ഏതാ? ഏതെങ്കിലും അല്ല, പറയാം. അതായത് എപ്പോഴും ആലോചിച്ചോണം, ഒരു ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ CHO. ഒരു ആൽഡിഹൈഡ് ആണ് നിങ്ങൾക്ക് ഐസോമർ. ആൽഡിഹൈഡിന്റെ ഫംഗ്ഷണൽ ഐസോമർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആൽഡിഹൈഡിന്റെ പൊസിഷൻ മാറ്റി വരയ്ക്കരുത്. പകരം അത്രയും തന്നെ കാർബൺ ആറ്റമുള്ള കീറ്റോൺ വരയ്ക്കും. പറഞ്ഞുതരാം, നോക്കിയേ. ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുകയാണ്: CH3 CH2 CHO. ഇവന്റെ പേരെന്താ? പ്രൊപ്പനാലാണ്. ആണല്ലോ, ആണ്. ഇവന്റെ ഫംഗ്ഷണൽ ഐസോമർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വരയ്ക്കണം? ഇതിന്റെ പൊസിഷൻ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. അല്ല, ഒന്നും മാറ്റില്ല. നമ്മൾ ഇങ്ങനെ വരയ്ക്കേണ്ടത്. അത്ര തന്നെ കാർബൺ ആറ്റമുള്ള ഒരു കീറ്റോൺ വരയ്ക്കണം. അത്ര തന്നെ കാർബൺ ആറ്റമുള്ള കീറ്റോൺ എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇതാണ്, ഇല്ലേ? ഇതിപ്പോ എന്തായി? പ്രൊപ്പൻ 2 ഓണായി. ഇവിടെ നോക്കിയേ, ഇതിന്റെ മോളിക്കുലാർ ഫോർമുല 1 2 3 3 കാർബൺ C3 3 5 6 H6O ആണല്ലോ. ഇവിടെ നോക്കിയേ, 1 2 3 കാർബൺ C3 3 3 6 H6O കണ്ടോ? അപ്പം നിങ്ങളോട് തിരിച്ചും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് കീറ്റോൺ തന്നിട്ട് അതിന്റെ ഫംഗ്ഷണൽ ഐസോമർ വരയ്ക്കാൻ പറഞ്ഞാൽ അത്ര തന്നെ കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് വരയ്ക്കാം. തിരിച്ചും മറിച്ചും എപ്പോഴും ചോദിക്കും പരീക്ഷയ്ക്ക്. അതേപോലെ തന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ട്. നിങ്ങളോട് ഒരു ആൽക്കഹോൾ വന്നിട്ട് അതിന്റെ ഫംഗ്ഷണൽ ഐസോമർ വരയ്ക്കാൻ പറഞ്ഞാൽ അത്ര തന്നെ കാർബൺ ആറ്റമുള്ള ഒരു ഈതർ വരയ്ക്കണം. മിതോക്സി പ്രൊപ്പൈൻ എന്നൊക്കെ കഴിഞ്ഞ വെച്ച് പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇത് നോക്കിക്കോളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തരികയാണ്. അതായത് CH3 CH2 OH തരുക. ഇതെന്താ? ഇവന്റെ പേരെന്താ? എത്തനോളാണ്. ആണല്ലോ. ഇതിന്റെ ഫംഗ്ഷണൽ ഐസോമർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഇത്ര തന്നെ കാർബൺ ആറ്റമുള്ള ഈതർ എന്താ? നടുക്ക് O വരുന്ന ആളിനെയാണ് ഈതർ എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും കാർബൺ ആറ്റം ചെയിൻ വരണം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു CH3, ഇവിടെയും ഒരു CH3. കണ്ടോ? ഇവന്റെ പേര് മിതോക്സി മീഥേൻ എന്നാണ്. മെതോക്സി ഇത് ഓർക്കണം കേട്ടോ. എഴുതിയെടുത്തു. എല്ലാരും എഴുതിയോ? ഓക്കെ ആണല്ലോ.
അപ്പൊ നിങ്ങൾ ആൽഡിഹൈഡ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫങ്ഷണൽ ഐസോമർ വരയ്ക്കാൻ പറഞ്ഞാൽ എന്തുമായിരിക്കും? അത്രയും തന്നെ കാർബൺ ആറ്റമുള്ള ഒരു കീറ്റോൺ വരയ്ക്കണം. കീറ്റോൺ തന്നു കഴിഞ്ഞാൽ അത്ര തന്നെ കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് വരയ്ക്കണം. ആൽക്കഹോൾ തന്നാൽ അത്ര തന്നെ കാർബൺ ആറ്റമുള്ള ഈതർ വരയ്ക്കണം. ഈതർ തന്നു കഴിഞ്ഞാൽ അത്രയും തന്നെ കാർബൺ ആറ്റമുള്ള എന്താ? ആൽക്കഹോൾ വരയ്ക്കണം. ഓക്കെ ആണ്. സായി 8:15 സായി ക്ലാസ് 8:15 സ്റ്റാർട്ട് ചെയ്തല്ലേ സായി കേൾക്കാമോ? ഓക്കെ, ഇവിടെ നോക്കിയോളൂ. ഇനി മെറ്റാമറിസം കൊണ്ടുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അതും കൂടെ കഴിഞ്ഞ് നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. മെറ്റാമറിസം എഴുതിക്കോ. മെറ്റാമറിസം ഈ മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇത് എഴുതിക്കോ. ഐസോമേഴ്സ് which differ in the carbon chain ബ്രാക്കറ്റിൽ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് എഴുതിക്കോ. ആൽക്കൈൽ ഗ്രൂപ്പ് around the functional group around the functional group are called metamers and the phenomenon is called metamers. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. നോക്കിയോ, ഇവിടെ നോക്കിയോ, ഒരു ഈതർ വരയ്ക്കുക. CH3O CH2 CH3. ഇവന്റെ പേരെന്താ? എപ്പോഴും ഈതറിനെ നെയിം ചെയ്യുമ്പോൾ കുറവ് കാർബൺ ആറ്റം ഉള്ളവനെ ഫ്രണ്ടില്, കൂടുതൽ കാർബൺ ആറ്റം ഉള്ളവനെ കംപ്ലീറ്റ് നെയിം ചെയ്ത് പുറകിൽ എഴുതണം. ഇവിടെ കൂടുതൽ കാർബൺ ആറ്റം ഇവിടെ ഓക്സിജന്റെ ഇപ്പുറത്താ. അപ്പൊ അവന്റെ പേര് 2 കാർബൺ ഈതൈനാണ്. അപ്പൊ ഈതൈന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് എഴുതണം, ഈതൈൻ. എന്നിട്ട് കുറവ് കാർബൺ ആറ്റം ഉള്ളതിനെ ഓക്സി ചേർത്ത് ഫ്രണ്ടിൽ എഴുതുക, മിതോക്സി. ഇതിനെ മെറ്റാമർ വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കും? ഇതിനെ മെറ്റാമർ വരയ്ക്കാൻ പറ്റൂല. ഒരു കാര്യം ചെയ്യാമോ, ഇവിടെ ഒരു CH2 CH3 എന്നാണ്, ഇങ്ങനെ. ഇവന്റെ പേരെന്താ ഇപ്പൊ? മിതോക്സി പ്രൊപ്പൈൻ. ഇവന്റെ മെറ്റാമർ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ അറിയാം? ഈ ഓക്സിജനെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് ഓക്സിജന്റെ പൊസിഷൻ മാറ്റി കൊടുത്താൽ. അതായത് ഇങ്ങനെ CH3 CH2O CH2 CH3. ഇവന്റെ പേരെന്താ ഇപ്പം? രണ്ട് സൈഡിലും സെയിമാ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതോക്സി ഈതൈൻ കണ്ടോ. ഇനി വേറൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് എടുക്കാം, CO. അതായത് രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന ഫങ്ഷണൽ അല്ല നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതെന്തായി? ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവൻ തന്നെ അല്ലേ അല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ മാറ്റാൻ പറ്റും. അപ്പൊ അപ്പുറത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് കാണോ? അപ്പൊ അവന്റെ പേരെന്തുവാ? ധനു എന്നായിരിക്കും അല്ലേ? എടാ ഇവിടെ ഓ കൊണ്ടിട്ടാലെന്നല്ലേ നീ പറഞ്ഞത്? അവിടെ ഓ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് എന്തോ? അപ്പൊ പിന്നെ അപ്പുറത്തുണ്ടെങ്കിലല്ലേ നമുക്ക് നെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്, ധനൊന്നും അല്ലാണോ പേര്? ഇവിടെ നോക്കിയോ. അതായത് ഇപ്പൊ വേറൊരു കീറ്റോൺ എടുക്കാം. അതായത് രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ മെറ്റാമറിസം, അതിനകത്ത് മാത്രമേ മെറ്റാമറിസം കാണത്തുള്ളൂ. ഇപ്പം നോക്കിയോ, ഏതാ? 4 കൂടുതൽ ഉണ്ടല്ലോ എടുക്കാം. മറ്റേ നമ്മൾ സെയിം പേര് തന്നെ വരത്തില്ലേ. നോക്കി ഇപ്പൊ ഇവിടെ ഇങ്ങനെ വരിക, CH3 CO CH2 CH2 CH3. ഇവന്റെ പേരെന്താ? CO എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ട് പോയാ അത് കീറ്റോ ആണ്. അപ്പൊ ഇവന്റെ പേരെന്ത് വരും? 1 2 3 4 5 പെൻഡൻ 2 ബോണ്ട് അല്ലേ?
ഇപ്പുറത്ത് എഴുതുമ്പോൾ ഇവനെ പൊക്കി എടുത്ത് വിടോ, ഇപ്പുറത്ത് എങ്ങനെ വേണം ഇടാം. ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ സെയിം പേര് വരും, നടുക്കിടാം. അപ്പം CH3 CH2 CO CH2 CH3. ഇപ്പൊ എന്താ പെന്റൻ 3 പെന്റൻ 3 കണ്ടോ, അതിന്റെ മെറ്റാമറൈൻ. ഇതാണ് മെറ്റാമറൈൻ. ഇത്രയുള്ള കാര്യം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇനിയും നമുക്ക് ആ ജോമെട്രിക്കൽ ഐസോമറിസം പിന്നെ അതുപോലെ സ്റ്റീരിയോ ഐസോമറിസം